ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ അലമാരയിലും ഒരുപാട് തുണികൾ നല്ല ഭംഗിയായി മടക്കി അടുക്കി വയ്ക്കാം. നമ്മൾ സാധാരണ മടക്കി വയ്ക്കുന്നതിനേക്കാളും നല്ല പ്രോപ്പറായിട്ട് തുണികൾ മടക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ അലമാരയിൽ ധാരാളം സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ അലമാരയിൽ മടക്കി അടുക്കി വെച്ച തുണിയിൽ നിന്ന് ഏതെങ്കിലും ഒരു തുണി എടുക്കുമ്പോൾ ബാക്കിയുള്ള തുണികളും കൂടി താഴെ വീണ് നമ്മൾ മടക്കി വെച്ചതെല്ലാം കൊലഞ്ഞു പോകും. എന്നാൽ നമ്മൾ മടക്കി വെച്ച തുണികൾ എത്ര പ്രാവശ്യം വീണാലും നമ്മൾ ആ തുണികൾ എടുത്ത് എറിഞ്ഞാൽ പോലും അതിൻ്റെ മടക്കൊട്ടും തന്നെ മാറാതെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ എങ്ങനെയാണ് തുണികൾ പ്രോപ്പറായിട്ട് മടക്കി വയ്ക്കാമെന്ന് നോക്കാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സാരി ഫോൾഡിങ്ങും സാരിയുടെ കൂടെ ബ്ലൗസും ചേർത്ത് എങ്ങനെ മടക്കി വയ്ക്കാമെന്നും, അതുപോലെ പാൻറ്റ് വിത്ത് ഷർട്ട്, പാൻറ്റിൻ്റെ കൂടെ ഷർട്ടും ചേർത്ത് എങ്ങനെ മടക്കി വയ്ക്കാമെന്ന് നോക്കാം. ടോപ്പ്, പാൻറ്റ്, ഷോള് ഇത് മൂന്നും ചേർത്ത് എങ്ങനെ മടക്കി വയ്ക്കാമെന്ന് നോക്കാം. എല്ലാ തരം തുണികളും പ്രോപ്പറായിട്ട് എങ്ങനെ മടക്കി വയ്ക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഫോൾഡ് ചെയ്ത് കാണിക്കുന്നത് ഒരു ലേഡീസ് ടോപ്പ്. ആദ്യം നമുക്ക് ടോപ്പ് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഈ കൈയിൻ്റെ ഭാഗത്ത് രണ്ട് വശത്തും ഇതേപോലെ മടക്കി കൊടുക്കാം. നമ്മൾ തുണി മടക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് മടക്കുവാണെങ്കിൽ തുണി നല്ല പെർഫെക്റ്റായിട്ട് മടക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാൻ രണ്ട് വശത്തും നന്നായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ തേച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ല കോട്ടൺ ആണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റിക്കി ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മടക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിന് വീതി കൂട്ടിയും വീതി കുറച്ചും ഇതേ രീതിയിൽ നമുക്ക് മടക്കി വയ്ക്കാം. മുകളിൽ നിന്ന് ഇതേ രീതിയിൽ നമ്മൾ മടക്കി വന്നതിന് ശേഷം താഴെ എത്തുമ്പോൾ നമുക്ക് താഴത്തെ ഭാഗത്ത് ഒരു പോക്കറ്റ് പോലെ നമുക്ക് ഒരു ഭാഗം നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്കൊരു പോക്കറ്റ് കിട്ടും. നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ മടക്കി വന്ന ആ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളിതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ടോപ്പ് നല്ല പ്രോപ്പറായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ മടക്കി വെച്ചാൽ ട്രാവൽ ടൈമിൽ ബാഗിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരിക്കും. എത്ര പ്രാവശ്യം ഇതിൻ്റെ ഇടയിൽ നിന്ന് തുണികൾ വലിച്ചെടുത്താലും നമ്മൾ ഈ മടക്കി വെച്ച തുണി ഒട്ടും തന്നെ അതിൻ്റെ മടക്ക് മാറിപ്പോകില്ല. കോട്ടൺ അല്ല എങ്കിൽ പോലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കിയെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇത് നമുക്ക് ചെറിയ രീതിയിൽ മടക്കിയെടുക്കാം. അതായത് വീതി കുറച്ച് നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീതി കുറച്ച് മടക്കി കാണിക്കുന്നതാണ്. അതേ രീതിയിൽ തന്നെയാണ് മടക്കി കാണിക്കുന്നത്. അല്പം വീതി കുറച്ചിട്ടാണ് മടക്കി കാണിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു രീതിയിലും ടോപ്പ് മടക്കിയെടുക്കാം. അതെങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കോട്ടൺ ടോപ്പാണ്. ഇനി ഈ ടോപ്പ് രണ്ടായി മടക്കിയെടുക്കാം. ഇനി കൈയിൻ്റെ ഭാഗം സൈഡിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി വയ്ക്കാം. നിവർത്തിയിട്ട് തന്നെ നമുക്ക് മടക്കി വയ്ക്കാവുന്നതാണ്. രണ്ട് ഭാഗവും മടക്കിയതിന് ശേഷം ഈ ടോപ്പ് നമുക്ക് മൂന്നായിട്ട് മടക്കിയെടുക്കാം. ഇതേപോലെ ആദ്യം വലതുവശത്തുനിന്ന് ഒരു മടക്കും, പിന്നെ ഇടതുവശത്തുനിന്ന് മറ്റൊരു മടക്കും കൂടി മടക്കാം. ടോട്ടൽ 3 മടക്കാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അതിനുശേഷം താഴെ നിന്ന് നമുക്ക് ചെറുതായിട്ട് മടക്കി വരാം. വീതി കൂട്ടണമെങ്കിൽ വീതി കൂട്ടി നിങ്ങൾക്ക് മടക്കാവുന്നതാണ്. വീതി കുറച്ചിട്ട് വേണമെങ്കിൽ വീതി കുറച്ച് നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി വരുമ്പോൾ നമുക്ക് മുകളിലത്തെ ഭാഗത്തുനിന്ന് നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും. ആ പോക്കറ്റിനുള്ളിലേക്ക് നമ്മൾ മടക്കി വന്ന ഈ ഭാഗം ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. ഇനി ഈ തുണി എത്ര പ്രാവശ്യം വീണാലും ഇതിൻ്റെ മടക്ക് ഇളകിപ്പോകില്ല. തുണി എടുത്തെറിഞ്ഞാൽ പോലും ഇതിൻ്റെ മടക്ക് മാറില്ല. നിങ്ങളായിട്ട് മാറ്റിയാൽ മാത്രമേ ഇതിൻ്റെ മടക്ക് മാറത്തുള്ളൂ. ഇനി നമുക്ക് ചുരിദാറിൻ്റെ സെറ്റ് എങ്ങനെ മടക്കി വെക്കാമെന്ന് നോക്കാം. അതായത് ടോപ്പ്, പാൻറ്റ്, ഷോൾ ഇത് മൂന്നും ഒരുമിച്ച് എങ്ങനെ മടക്കി വെക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ടോപ്പ് നമ്മൾ സാധാരണ മടക്കുന്നത് പോലെ മടക്കി മാറ്റി വെക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ ടോപ്പ് മടക്കി വെക്കുന്നത് ആ രീതിയിൽ മടക്കി വെക്കാം. അതുപോലെ തന്നെ പാൻറ്റും സാധാരണ മടക്കി വെക്കുന്നത് പോലെ മടക്കി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഷോൾ എടുത്ത് ഇതേപോലെ വിരിച്ചെടുക്കാം. അപ്പോൾ ഇത് അല്പം നീളവും വീതിയുള്ള ഒരു ഷോളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ട് തന്നെ മടക്കണം. രണ്ടായിട്ട് മടക്കി എടുത്തതിന് ശേഷം നമ്മൾ മുമ്പോട്ട് ഒരു മടക്ക് ഇതേപോലെ മടക്കി വെക്കണം. ഒരു മടക്ക് മുൻപോട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഷോള് തിരിച്ചിടണം. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ ആ മടക്കിയ അതേ ഭാഗം നമ്മൾ തിരിച്ചിടുവാണ്. അപ്പോൾ നമ്മൾ മടക്കിയ ആ ഭാഗം അടിവശത്തോട്ട് പോകും. അതിനുശേഷം നമ്മൾ വലതുവശത്തുനിന്ന് ഒരു മടക്കും ഇടതുവശത്തുനിന്ന് ഒരു മടക്കും നമ്മൾ മടക്കും. അപ്പോഴേക്കും മൊത്തം നമ്മൾ
2 മടക്കാണ് മടക്കുന്നത്. അപ്പോൾ നമുക്ക് 3 മടക്ക് കിട്ടും. മനസ്സിലാകും എന്ന് കരുതുന്നു. ഒന്നുകൂടി കാണിക്കാം. 1 പിന്നെ 2 ഇങ്ങനെ വലതുവശത്തുനിന്നും ഇടതുവശത്തുനിന്നും ഓരോ മടക്ക് കൂടി മടക്കിയതിന് നമ്മളുടെ ഷോള് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ടോപ്പ് ഇതേപോലെ പാൻറ്റും നിവർത്തി ഇതേപോലെ വെച്ച് കൊടുക്കാം. ടോപ്പ് നമുക്ക് നീളത്തിലും വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതാക്കി മടക്കിയും വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഷോളിൻ്റെ നീളവും വീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ടോപ്പ് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിതാ ഇവിടെ നമ്മുടെ പാൻറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ 2ആയിട്ട് മടക്കിയ ഈ ഒരു നീളത്തിലാണ് ഞാൻ നമ്മുടെ ടോപ്പും അതുപോലെ പാൻറ്റും വെച്ചത്. അതിനുശേഷം താഴേന്ന് ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് മടക്കി വരാം. മൊത്തം മടക്കി എടുക്കുമ്പോൾ മുകളിലത്തെ ഭാഗത്തിൽ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും. ഈ ഒരു പോക്കറ്റിനെ നമുക്ക് നേരെ മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ പിടിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഉള്ളിൽ അങ്ങനെ തന്നെ അനങ്ങാതിരിക്കുകയും ചെയ്യും. എവിടെ കൊണ്ടുപോകാനും നമുക്ക് ഈസിയാണ്, ക്യാരി ചെയ്യാൻ ഈസിയാണ്. അതുപോലെ അലമാരയിൽ വയ്ക്കാനും നമുക്ക് എളുപ്പമാണ്. ഓരോ പ്രാവശ്യവും നമുക്ക് പാൻറ്റ്, ഷോള് അതുപോലെ ടോപ്പൊക്കെ തിരക്കി എടുക്കേണ്ടതില്ല. സമയവും ലാഭമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം. ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും വളരെ സൂപ്പറാണ്. എവിടെ വലിച്ചെറിഞ്ഞാൽ പോലും ഇത് അങ്ങനെ തന്നെ ഇരിക്കും. ഇതിൻ്റെ മടക്ക് മാറേയില്ല. ഷോളും ടോപ്പും പാൻറ്റിൽ വെച്ച് എങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ സൂട്ടിൻ്റെ പാൻറ്റ് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നീളത്തിൽ നമുക്ക് നിവർത്തിയിട്ട് കൊടുക്കാം. 2ആയിട്ട് മടക്കിയതിന് ശേഷം കാല് 2ഉം ഒന്നിച്ചാക്കിയതിന് ശേഷം ഇതേപോലെ നീളത്തിലിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ടോപ്പ് നമ്മുടെ ഈ തുടയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഷോളും വെച്ച് കൊടുക്കാം. അതിനുശേഷം കാലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മടക്ക് ഇതേപോലെ മടക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് താഴേന്ന് തന്നെ ചെറുതായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു പോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആ പോക്കറ്റിനുള്ളിലേക്ക് ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് അങ്ങനെ തന്നെ അനങ്ങാതെ ഇരിക്കും. ഇതൊരു സിൽക്ക് പോലത്തെ ഒരു തുണിയാണ്, എങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളുമാണ്. അലമാരയിൽ ഇതുപോലെ മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് പാൻറ്റ്, ഷോളൊക്കെ തിരക്കിയെടുക്കേണ്ട സമയവും ലാഭമാണ്, അലമാരയുടെ സ്ഥലവും ലാഭമാണ്. ഈ ഫോൾഡിങ് ഐഡിയാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നൈറ്റിയൊക്കെ എങ്ങനെയാണ് മടക്കി വയ്ക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് നൈറ്റി മടക്കുന്നത്. നമ്മളൊരു നൈറ്റി എടുത്തിട്ട് 2ആയിട്ട് ഇതേപോലെ മടക്കിയിടാം. അതിനുശേഷം വലതുവശത്തുനിന്ന് ഒരു മടക്കും ഇടതുവശത്തുനിന്ന് ഒരു മടക്ക് കൂടി മടക്കാം. 2 വശത്ത് കൂടി മടക്കി വരുമ്പോൾ നമുക്ക് 3 മടക്കാണ് കിട്ടുന്നത്. അപ്പോൾ 3ആയിട്ട് നമുക്ക് മടക്കി കിട്ടിയിട്ടുണ്ട്. ഇനി താഴത്തെ വശത്ത് നിന്ന് ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാം. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് നമ്മുടെ തുണി ഇരിക്കും. എന്നിട്ട് താഴത്തെ വശത്ത് നിന്നിട്ട് നമുക്ക് ചെറുതായിട്ട് മടക്കി കൊണ്ടുവരാം. അപ്പോഴിതാ മുകളത്തെ വശത്തെത്തുമ്പോഴേക്കും അവിടെ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും. ആ പോക്കറ്റിനകത്തേക്ക് താഴേന്ന് നമ്മൾ മടക്കി വന്നില്ലേ, ആ ഒരു ഭാഗം അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. കോട്ടൺ നൈറ്റി ആകുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് മടക്കിയെടുക്കാനായിട്ടും ഈസി ആയിട്ട് മടക്കാനും പറ്റും. അപ്പോഴിതാ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എളുപ്പത്തിൽ നമ്മുടെ നൈറ്റി മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് താഴെ വീണാലൊന്നും നമ്മുടെ അലമാരയിൽ നമ്മൾ തുണി എടുക്കുമ്പോൾ നമ്മുടെ നൈറ്റി താഴെ വീണാലൊന്നും തന്നെ ഇതിൻ്റെ മടക്കുകൾ ഒട്ടും തന്നെ അഴിഞ്ഞു പോകില്ല. നമ്മൾ കൈകൊണ്ട് വലിച്ചെടുത്താൽ മാത്രമേ ഈ മടക്കുകളൊക്കെ അഴിഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മൾ നൈറ്റി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നൈറ്റ് കൂടി അതേ രീതിയിൽ തന്നെ ഞാൻ മടക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് 2ാമത് കൂടി ഞാൻ മടക്കി കാണിച്ചതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഞാൻ അല്പം സ്പീഡായിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ മടക്കി വയ്ക്കുമ്പോൾ നമ്മുടെ അലമാരയിൽ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെറിയ കുട്ടികളുടെ ടീഷർട്ട് എങ്ങനെ മടക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ വളരെ ഇൻട്രസ്റ്റോടെ അവരുടെ തുണികളൊക്കെ മടക്കി വെക്കുകയും ചെയ്യും. ടീഷർട്ട് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം വലതുവശത്തുനിന്നും ഇടതുവശത്തുനിന്നും ഓരോ മടക്ക് അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈയിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് മടക്കി അകത്ത് വെച്ചതിന് ശേഷം കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെറുതായി മടക്കി കൊണ്ടുവരാം. അപ്പോൾ മുകളിലത്തെ ഭാഗത്ത് നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും. ആ ഒരു പോക്കറ്റിനകത്തേക്ക് നമ്മൾ മടക്കി കൊണ്ടുവന്ന ആ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ടീഷർട്ട് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു കർച്ചീഫിൻ്റെ അളവേ ഉള്ളൂ. അത്രയും ചെറുതായിട്ടാണ് നമ്മൾ മടക്കിയെടുത്തത്. വളരെ നീറ്റായിട്ട് നമുക്ക് ഇത് ബാഗിലായിരുന്നാലും അലമാരയിലും അടിപൊളിയായിട്ട് അടുക്കി വയ്ക്കാം. നമുക്കിത് കുട്ടികൾക്ക് തന്നെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ തുണികൾ അവരെ കൊണ്ട് തന്നെ മടക്കി വയ്ക്കാൻ പറയണം. അപ്പോൾ അവർ ഇൻട്രസ്റ്റോടെ അത് മടക്കി വയ്ക്കുകയും അവരുടെ അലമാരയെ കൊണ്ട് വയ്ക്കുകയും ചെയ്യും.
ഇനി കോളറുള്ള ടീഷർട്ട് എങ്ങനെ മടക്കാമെന്ന് നോക്കാം. സെയിം രീതിയിൽ തന്നെയാണ് ഇതും മടക്കുന്നത്. ടീഷർട്ട് മറിച്ചിട്ടതിന് ശേഷം വലതുവശത്തുനിന്ന് ഒരു മടക്കും ഇടതുവശത്തുനിന്ന് ഒരു മടക്കും മടക്കാം. കൈകൾ രണ്ടും അകത്തേക്ക് ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം മുകളിൽ നിന്ന്, അതായത് കോളറിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ മടക്കി വരാം. എന്നിട്ട് താഴെ എത്തുമ്പോൾ അവിടെ ഒരു പോക്കറ്റ് പോലെ ഒരു ഭാഗം കിട്ടും. ആ ഭാഗത്തേക്ക് നമുക്ക് ഇത് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണ്, ആർക്കും ചെയ്യാൻ പറ്റും, കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുട്ടികളുടെ പാൻറ് എങ്ങനെ മടക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇതും മടക്കാം, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് കുട്ടികളുടെ പാൻറ് എങ്ങനെ മടക്കി വെക്കാമെന്ന് നോക്കാം. ചെറിയ കുട്ടികളുടെ പാൻറ് ആകുമ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ട് അലമാരയിലേക്ക് വെക്കുമ്പോൾ അത് താഴെ വീണ് പോയാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മടക്കൊക്കെ കൊലഞ്ഞു പോകും. പിന്നെ നമുക്ക് മടക്കി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ധൃതിയാണെങ്കിൽ നമ്മൾ അതുപോലെ എടുത്ത് നമ്മുടെ അലമാരയ്ക്കകത്ത് വയ്ക്കുകയും ചെയ്യും. പിന്നെ ഇതുപോലെ മൊത്തം മടക്കെല്ലാം മാറി അങ്ങനെ മൊത്തം ചവറ് നിറഞ്ഞതുപോലെയായിരിക്കും അലമാര ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിത് നല്ല നീറ്റായിട്ട് മടക്കി വെക്കാം. പാൻറ്റിൻ്റെ രണ്ട് കാലും ഒരേപോലെ നീളത്തിന് വെച്ചതിന് ശേഷം താഴേന്ന് ചെറുതായിട്ട് മടക്കി വരാം. എന്നിട്ട് മുകളിൽ ഭാഗത്ത് എത്തുമ്പോഴേക്കും അവിടെ ഒരു പോക്കറ്റ് പോലെ ഒരു ഭാഗം കാണും. ആ ഭാഗത്തേക്ക് നമ്മൾ താഴേന്ന് മടക്കി വന്ന ആ ഒരു വശം എടുത്ത് അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പാൻറ്റ് സൂപ്പറായിട്ട് മടക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാൻറ്റ് താഴെ വീഴ്ത്തിയാലും വലിച്ചെറിഞ്ഞാലും ഒന്നും തന്നെ ഇതിൻ്റെ മടക്ക് മാറില്ല. നമ്മൾ വലിച്ചെടുക്കുന്നത് വരെ ഇതിൻ്റെ മടക്ക് മാറേയില്ല. വേറൊരു പാൻറ്റും കൂടി ഞാൻ അതേ രീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി വലിയവരുടെ ജീൻസും നമുക്ക് അതേപോലെ തന്നെ മടക്കിയെടുക്കാം. അപ്പോൾ സെയിം പ്രൊസീജിയറാണ്, അതുകൊണ്ട് ഞാൻ അല്പം സ്പീഡിലാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ബോറടിപ്പിക്കാതിരിക്കാനാണ്. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ബട്ടണും സിബും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കാല് രണ്ടും ചേർത്ത് നീളത്തിൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് മടക്കിയെടുക്കാം. താഴേന്നും മടക്കാം, അതല്ലാതെ നമുക്ക് രണ്ടാക്കി മടക്കിയതിന് ശേഷവും നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. സെയിം ആയിട്ട് തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ താഴേന്നാണ് മടക്കി കാണിക്കുന്നത്. കണ്ടില്ലേ, വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ജീൻസ് പാൻറ്റ് മടക്കി കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് നോർമലായിട്ടുള്ള പാൻറ്റും മടക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പാൻറ്റും ഷർട്ടും ഒന്നിച്ചെങ്ങനെയാണ് മടക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ നോർമലായിട്ട് എങ്ങനെയാണോ ഷർട്ട് മടക്കിയെടുക്കുന്നത് അതേ രീതിയിൽ നമുക്ക് മടക്കി വയ്ക്കാം. അയൺ ചെയ്ത ഷർട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മടക്കി വയ്ക്കുമ്പോൾ ഷർട്ടിൻ്റെ തുണിക്ക് ചുളിവ് വരുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വരത്തില്ല. ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ അയൺ ചെയ്ത ഷർട്ട് അയൺ ചെയ്തതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ആദ്യം പാൻറ്റിൻ്റെ രണ്ട് കാലും ചേർത്ത് നീളത്തിൽ മടക്കി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഷർട്ട് ആ തുടയുടെ ഭാഗത്ത് ഇട്ടതിന് ശേഷം കാലിൻ്റെ വശത്തുനിന്ന് ഒരു മടക്ക് മടക്കാം. അതിനുശേഷം ഷർട്ടോട് കൂടി ഒരു മടക്കും കൂടി മടക്കാം. എന്നിട്ട് മേളത്തെ ഭാഗം നമുക്ക് ഒരു പോക്കറ്റ് പോലെ ഉണ്ടായിരിക്കും. ആ ഭാഗത്തേക്ക് നമ്മൾ മടക്കി കൊണ്ടുവന്നത് ആ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്, എന്നാലും നമ്മളിതിലേക്ക് ഷർട്ടും ചേർത്താണ് മടക്കിയത്. ഞാനൊരു കോട്ടൺ തുണി അല്ലാത്ത ഒരു പാൻറ്റിലാണിത് മടക്കി കാണിച്ചത്. എന്നിട്ട് പോലും നല്ല നീറ്റായിട്ട് നമുക്ക് മടക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തുണി താഴെ വീണാൽ പോലും ഇതിൻ്റെ മടക്കുകളൊന്നും തന്നെ അഴിഞ്ഞു പോകില്ല. അതേപോലെ ഉള്ളിലുള്ള ഷർട്ടും അതിൻ്റെ മടക്കുകളൊന്നും മാറാതെ അയൺ ചെയ്തതുപോലെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് ലെഗിൻസ് എങ്ങനെ മടക്കി വയ്ക്കാമെന്ന് നോക്കാം. ലെഗിൻസിന് അല്പം നീളം ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്തിരി വ്യത്യാസത്തിലാണ് നമ്മളിത് മടക്കി വയ്ക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് പാൻറ്റും മടക്കി വയ്ക്കാവുന്നതാണ് കേട്ടോ. ജീൻസ് പാൻറ്റ്, കുട്ടികളുടെ നീളമുള്ള പാൻറ്റൊക്കെ നമുക്ക് ഈ രീതിയിലും മടക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതാ നീളത്തിൽ രണ്ട് കാലും ചേർത്ത് മടക്കിയതിന് ശേഷം താഴേന്ന് ഒരു മടക്ക് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിലുള്ള എക്സ്ട്രാ തുണിയും കൂടി നന്നായിട്ട് മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം താഴേന്ന് ഇതുപോലെ ചെറുതായിട്ട് മടക്കി വരാം. എന്നിട്ട് ആ എലാസ്റ്റിക്കിൻ്റെ ഭാഗം, അതായത് ഇടുപ്പിൻ്റെ ഭാഗം എത്തുമ്പോഴേക്ക് അതിൻ്റെ അകത്തൊരു പോക്കറ്റ് പോലെ കിട്ടും. നമുക്ക് ആ പോക്കറ്റിനുള്ളിലേക്ക് നമുക്ക് താഴേന്ന് മടക്കി വന്ന ഭാഗം കയറ്റി വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ലെഗിൻസ് മടക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് സാരിയൊക്കെ എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വയ്ക്കാമെന്ന് നോക്കാം. നീളത്തിൽ സാരി എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കും, പിന്നെ അത് നാലായിട്ട് മടക്കും, പിന്നെ നമ്മൾ എട്ടായിട്ട് മടക്കും. ആദ്യം നമുക്ക് നാലായി മടക്കിയെടുത്ത ഈ സാരി ആദ്യം നിവർത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് വലതുവശത്തുനിന്ന് ഒരു മടക്കും ഇടതുവശത്തുനിന്ന് ഒരു മടക്കും നമ്മളങ്ങനെ 2 മടക്ക് മടക്കിയിട്ടുണ്ട്. അപ്പോഴിതാ നമുക്ക് 3 മടക്കായി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് കരുതുന്നു. ഒന്നുകൂടി കാണിക്കാം. നമ്മൾ വിരിച്ചിട്ടതിന് ശേഷം 2 സൈഡിൽ നിന്നും ഓരോ മടക്കും മടക്കണം. അപ്പോഴേക്കും നമുക്ക് 3 മടക്ക് കിട്ടും. 4ആയി മടക്കിയെടുത്ത സാരിയെ വലതുവശത്തുനിന്ന് ഒരു മടക്കും ഇടതുവശത്ത് ഒരു മടക്കുമായി മടക്കിയെടുക്കണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് മടക്കി കിട്ടുന്നത്.
ഇപ്പോൾ ഇത് നീളത്തിലുള്ള ഒരു മടക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നീളത്തിലുള്ള ഈ മടക്കിനെ ഒന്നുകൂടി 2ആയി മടക്കിയെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്ക് ഈ നമ്മൾ മടക്കി വച്ചില്ലേ ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ചെറുതായിട്ട് മടക്കി മുകളിലോട്ട് കൊണ്ടുവരാം. അപ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പോക്കറ്റ് പോലത്തെ ഒരു ഭാഗം കിട്ടും. അതിലേക്ക് നമുക്ക് സാരി ഉള്ളിലേക്ക് കയറ്റി വെക്കാം. നമ്മൾ താഴേന്ന് മടക്കി വന്നില്ലേ ആ ഒരു ഭാഗം ഈ പോക്കറ്റ് പോലുള്ള ആ ഒരു ഭാഗത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഒരു കാലത്തും ഇതിൻ്റെ മടക്ക് ഇളകിപ്പോകില്ല. അലമാരയിൽ വെച്ചാൽ നല്ല നീറ്റായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. താഴെ വീണാലോ എടുത്തെറിഞ്ഞാലോ ഒന്നും ഇതിൻ്റെ മടക്ക് മാറില്ല. ഇത് നമുക്ക് വീതിയിലും മടക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വീതി കുറച്ചാണ് മടക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീതി കൂട്ടിയും മടക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ബ്ലൗസ് ഇതിനകത്ത് വെച്ചിട്ട് മടക്കാവുന്നതാണ് കേട്ടോ. ഈ സാരി നമുക്ക് വേറൊരു രീതിയിലും മടക്കാം. അതല്പം വീതിയിലാണ് ഞാൻ മടക്കി കാണിക്കുന്നത്. അതല്പം ഞാൻ സ്പീഡായിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ. നേരത്തെ ചെയ്തതുപോലെ താഴേന്നാണ് മടക്കുന്നത്. അല്പം വീതി കൂട്ടിയിട്ട് മടക്കുവാണ്. വീതി കൂട്ടി മടക്കാനും വളരെ ഭംഗിയുണ്ട്. നല്ല നീറ്റായിട്ട് നമ്മൾ സാരി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അലമാരയിൽ അടിപൊളിയായിട്ട് മടക്കി വയ്ക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് കാഞ്ചീപുരം പട്ട് സാരിയൊക്കെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മടക്കി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് സാരിയുടെ കൂടെയുള്ള ബ്ലൗസ് നമുക്ക് സാരിയുടെ ഒപ്പം തന്നെ മടക്കി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു സാരി എടുത്തിട്ടുണ്ട്. അതിന് യോജിച്ച ഒരു കളറും കൂടി എടുത്തിട്ടുണ്ട്. ഈ സാരിയുടെ ബ്ലൗസ് അല്ല ഇത്, എങ്കിലും ഇതിന് യോജിച്ച ഒരു കളറാണ് ഞാൻ തപ്പിയെടുത്തത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് സാരി 2ആയി മടക്കി 4ആയി മടക്കി എടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ മടക്കിയെടുത്തതുപോലെ തന്നെ വലതുവശത്തുനിന്ന് ഒരു മടക്കും ഇടതുവശത്തുനിന്ന് ഒരു മടക്കും, അങ്ങനെ 2 മടക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് 3 മടക്കായി നമ്മുടെ സാരി കിട്ടും. ഒക്കെ മനസ്സിലാകുമെന്ന് കരുതുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കിയെടുത്ത സാരി കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഈ സാരി നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കാം. അപ്പോഴാണ് നമുക്കിത് നല്ല നീറ്റായിട്ട് കിട്ടുക കേട്ടോ. ഇനി നമുക്കിത് 2ആയിട്ട് മടക്കാം. മടക്കുമ്പോൾ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ബ്ലൗസ് വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒന്ന് മടക്കി നോക്കിയത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ ബ്ലൗസ് വെച്ചിട്ട് മടക്കാൻ പോവുകയാണ്. അത് നമുക്ക് ബ്ലൗസ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സാരീൻ്റെ അടിയിൽ നിവർത്തി ഇതേപോലെ ഇട്ട് കൊടുക്കാം. മടക്കി വെച്ച സാരീൻ്റെ അടിയിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാരി 2ആയി മടക്കിയില്ലേ ആ ഒരു സെൻറ്റർ ഭാഗത്താണ് ഈ ബ്ലൗസിൻ്റെ ഇടുപ്പ് വശം നമുക്ക് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എന്ന് കരുതുന്നു. നമ്മളിങ്ങനെ മടക്കി വരുമ്പോൾ സെൻറ്റർ ഭാഗത്താണ് ഈ ബ്ലൗസിൻ്റെ ഇടുപ്പ് വശം, അതായത് താഴത്തെ ആ ഒരു വശം വരേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബ്ലൗസിൻ്റെ ഹുക്കൊക്കെ ചേർത്ത് നമ്മൾ ഹുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഹുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ കൈ ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറുവശത്തെ കൈയും സെയിം ആയിട്ട് നമുക്കിതുപോലെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. സൈഡിൽ വരുന്ന എക്സ്ട്രാ തുണിയും ഇതേപോലെ മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ബ്ലൗസിന് ഒരു കെട്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു കെട്ട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കെട്ട് ഉള്ളിൽ വെച്ചിട്ടാണ് മടക്കുന്നത്. നമുക്ക് ലാസ്റ്റ് പുറത്ത് വെച്ച് മടക്കുന്ന രീതിയും കാണിച്ചു തരാം. സാരിയുടെ താഴത്തെ വശത്ത് നിന്ന് ഒരു മടക്ക് മടക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മടക്ക് മടക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചിതേപോലെ മടക്കാം. മടക്കുമ്പോഴേക്കും നമ്മൾ അടിവശത്ത് വെച്ച ആ ബ്ലൗസ് പുറത്തേക്ക് വരും. ഇതുപോലെ പുറത്തോട്ട് വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരു പ്രാവശ്യം കാണുന്നതിന് പകരം 2 പ്രാവശ്യം ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ബ്ലൗസിലുണ്ടായിരുന്ന ആ കെട്ട് അകത്ത് തന്നെ കെട്ടി വെച്ചു. അതിനുശേഷം സാരിയുടെ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ അകത്താണിപ്പോൾ നമുക്ക് പോക്കറ്റ് പോലെ കിട്ടിയിട്ടുള്ളത്. ഈ വശത്താണ് നമ്മൾ നമ്മുടെ ഈ മുകളിലത്തെ സാരിയുടെ ഭാഗം കയറ്റി വെക്കുന്നത്. വീഡിയോയിൽ തന്നെ ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാകും. ആ മുകളിലത്തെ സാരിയുടെ ഭാഗം നമ്മുടെ ബ്ലൗസിന് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് കൈ കൊണ്ട് ലെവലാക്കി കൊടുക്കാം. എക്സ്ട്രാ പുറത്തുള്ള ഭാഗമൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വെച്ച് നീറ്റാക്കി എടുക്കാം. ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ അലമാരയിൽ നമുക്ക് ഒത്തിരി സ്ഥലം പിടിക്കില്ല. അതേപോലെ ഇത് താഴെ വീണാലും ഇതിൻ്റെ മടക്കുകളൊന്നും പോകില്ല. അതുപോലെ നമുക്ക് ടൈമും സേവാണ്. കാരണം നമ്മൾ ബ്ലൗസ് സാരി പ്രത്യേകിച്ച് വയ്ക്കുമ്പോൾ അത് തേടിയെടുക്കാൻ തന്നെ ഒത്തിരി സമയം എടുക്കും. ഒറ്റ പ്രാവശ്യം സാരിയും ബ്ലൗസും ഒരുമിച്ച് മടക്കി വെച്ചാൽ തേടേണ്ട ആവശ്യമില്ല, സമയവും ലാഭമാണ്. ഇനി നമുക്ക് ബ്ലൗസിലുണ്ടായിരുന്ന കെട്ട് സാരിയുടെ പുറത്ത് വെച്ച് കെട്ടാം. അതെങ്ങനെയാണെന്ന് നോക്കാം.
അത് വളരെ സിമ്പിളാണ്. നമ്മൾ ആ കെട്ടഴിച്ചതിന് ശേഷം സാരിയുടെ മുകൾ ഭാഗം ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം പുറത്ത് വെച്ച് നമ്മുടെ ഈ കെട്ട്, അതായത് നമ്മുടെ ആ ബ്ലൗസിൻ്റെ കെട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നല്ല നീറ്റായിരിക്കും. ഇതിൽ വല്ല കുഞ്ചലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നേനെ. അപ്പോൾ അതാ നല്ല നീറ്റായിട്ട് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് താഴെ വീണാലോ ഒന്നും നമ്മളെ ബ്ലൗസോ സാരിയോ ഒന്നും മടക്ക് പോവില്ല. വളരെ നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം തന്നെ ലഭിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.